കൊച്ചിയിൽ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ്, യുവാവിന് 57 ലക്ഷം നഷ്ടമായി. ലിബർട്ടാസ് ബ്ലോക്ക് ചെയിൻ ഡെവലപ്മെന്റ് ആൻഡ് ട്രെയിനിംഗ് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് തട്ടിപ്പ് നടന്നത്. ഉടമ സ്റ്റാൻലി സൈമൺ ഉൾപ്പെടെ 7 പേരെ പ്രതികളാക്കി എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തു. മുഖ്യപ്രതികൾ പിടിയിലായിട്ടുണ്ട്. വിവരങ്ങളുമായി അലി അക്ബർ ഷാ ചേരുന്നുണ്ട്. അലി, കേസിന്റെ വിശദാംശങ്ങൾ ഏത് വിധത്തിലാണ്? ആരൊക്കെയാണ് പിടിയിലായിട്ടുള്ളത്? അഖില, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. ഏകദേശം 250 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് സംസ്ഥാന വ്യാപകമായി നടന്നിട്ടുണ്ട് എന്നതാണ് പോലീസിന്റെ നിഗമനം. ഇപ്പോൾ ഒരു കേസിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി FIR ഇട്ടിരിക്കുന്നത്. അത് ഒരു പാലക്കാട് സ്വദേശിയായ യുവാവിന് 59 ലക്ഷത്തോളം രൂപ നഷ്ടമായ ആ കേസുമായി ബന്ധപ്പെട്ടാണ്. ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിച്ച് തുക ഇരട്ടിപ്പിച്ച് നൽകാമെന്ന വാഗ്ദാനം നൽകിയാണ് ഈ യുവാവിന്റെ കയ്യിൽ നിന്നും ഏകദേശം 59 ലക്ഷത്തോളം രൂപ പല തവണകളിലായി ഈ സ്ഥാപനം തട്ടിയെടുത്തത്. ലിബർട്ടാസ് ബ്ലോക്ക് ചെയിൻ ഡെവലപ്മെന്റ് ആൻഡ് ട്രെയിനിംഗ് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് ഈ തട്ടിപ്പ് നടന്നത്. കൊച്ചി കലൂരിൽ ഈ പേരിൽ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇതിലെ മുഖ്യപ്രതി എന്ന് പറയുന്നത് നിലവിൽ പിടിയിലായിരിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ഉടമയായിട്ടുള്ള സ്റ്റാൻലി സൈമൺ ആണ്. സ്റ്റാൻലി സൈമൺ ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ സ്റ്റാൻലിയുടെ ഭാര്യ സീനത്ത് സ്റ്റാൻലി ഉണ്ട്, അവരുടെ മകൾ ജെനിഫർ സ്റ്റാൻലി ഉണ്ട്. അതിനോടൊപ്പം തന്നെ അവരുടെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള രമേശ്, പ്രശാന്ത് എന്നീ 2 പേർ ഉൾപ്പെടെ 7 പേരെ പ്രതിയാക്കിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏകദേശം 4 മാസത്തിലധികമായി പോലീസ് ഈ കേസിന്റെ പിന്നാലെയായിരുന്നു. പലയിടങ്ങളിലായി മുൻപ് പല തട്ടിപ്പിലും പിടിക്കപ്പെട്ടിട്ടുള്ള ആൾ കൂടിയാണ് ഈ സ്റ്റാൻലി എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്റ്റാൻലിയുടെ പേരിൽ 20 കേസുകളാണ് ഇതുവരെയും FIRകളാണ് ഇതുവരെയും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ കേരളത്തിലും കേസുകളുണ്ട്, തമിഴ്നാട്ടിലും കേസുകളുണ്ട്. ഈ സ്റ്റാൻലിയുടെ ഭാര്യയായിട്ടുള്ള സീനത്ത് സ്റ്റാൻലിയുടെ പേരിൽ 2 FIRകളാണ് നിലവിൽ 2 സ്ഥലങ്ങളിലായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ നിലയിൽ ഈ സംഘമാകെ ക്രിമിനലുകളാണ് എന്നതാണ് പോലീസ് നൽകുന്ന സൂചന. ഇതിൽ ഈ പണം എന്തിനുപയോഗിച്ചു എന്നതെല്ലാമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. പോലീസിന്റെ വിശദമായ പരിശോധനയിൽ ഈ സ്റ്റാൻലിയുടെ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് 3 മാസത്തിനിടെ വന്നിരിക്കുന്നത് 5 കോടിയിലേറെ രൂപയാണ്. ആ നിലയിൽ പല സ്ഥലങ്ങളിൽ പല പേരിലാണ് ഇവർ സ്ഥാപനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പരാതി വന്നാലും ഇവരെ ട്രേസ് ചെയ്ത് പിടികൂടുക എന്നത് ശ്രമകരമായ ദൗത്യമായി മാറുകയായിരുന്നു പല ഘട്ടങ്ങളിലും. അങ്ങനെ മാസങ്ങൾ നീണ്ട വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ സ്റ്റാൻലി നടത്തുന്ന 2 സ്ഥാപനങ്ങളിൽ ഇന്നിപ്പോൾ റെയ്ഡ് നടന്നത്. ഒന്ന് പാലക്കാടാണ്, ഒന്ന് കൊച്ചിയിൽ. ഈ 2 സ്ഥാപനങ്ങളിലും വളരെ പ്രധാനപ്പെട്ട പല രേഖകളും, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന്റെ രേഖകളും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. നിരവധി പരാതികൾ സംസ്ഥാന വ്യാപകമായി വീണ്ടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഈ കെണിയിൽപ്പെടുത്തുന്നത് പ്രധാനമായും ക്യാൻസർ രോഗികളുള്ള വീട്ടിലെ ആളുകളെയൊക്കെയാണ് വലിയ തുക വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇവർ ഈ കെണിയിൽപ്പെടുത്തുന്നത്. ആ നിലയിൽ വളരെ സാധാരണക്കാരായ ആളുകളെ വലിയ വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിച്ചാണ് ഇവരുടെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമാക്കുന്നത്. ഈ അടുത്താണ് ഇന്നേ ദിവസം മറ്റൊരു ജില്ലയിൽ ഇവരുടെ മറ്റൊരു ഓഫീസ് തുറക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് കൊച്ചിയിലും പാലക്കാടും റെയ്ഡ് നടക്കുന്നതും ഉദ്യോഗസ്ഥർ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നടക്കാനിരുന്ന ഉദ്ഘാടന ചടങ്ങ് ഉൾപ്പെടെ മാറ്റിവെക്കുകയും ഈ പ്രതികൾ മുങ്ങുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. കൊച്ചിയിൽ ക്രിപ്റ്റോ കറൻസി